അതേ പെട്ടെന്ന് ഒരു അടിപൊളി ഈസി പീസി ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് പച്ച ഗ്രീൻ ബീൻസ് ആണ്, ഉണക്കിയല്ല, പച്ച. നമുക്ക് ഇതേപോലെ പൊളിച്ചിട്ട് കടകളിൽ മേടിക്കാൻ കിട്ടും, പച്ചക്കറി കടകളിൽ. അപ്പോൾ അത് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതെടുക്കുക, കുക്കറിലിടുക, ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക, വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് 2 വിസിലടുപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് സബോള, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇത്ര എടുക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ച് സബോള, പച്ചമുളക്, തേങ്ങാക്കൊത്തിട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ടായി സബോളയൊക്കെ ഒന്ന് വഴന്ന് വന്നു എന്ന് കാണുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില ഇടുക. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഞാൻ എല്ലാ റെസിപ്പി വീഡിയോസിനും പറയാറുള്ള പോലെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. അതിൻ്റെ ചേർക്കേണ്ട ചേരുവകളൊക്കെ എനിക്കങ്ങനെ ആധികാരികമായി പറയാനൊന്നും അറിയില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അതിനകത്തേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് തക്കാളി വേവാൻ ആവശ്യത്തിന് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ ഇത് തക്കാളി വേവുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പൊടി നല്ലോണം മൂത്ത് ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അതിനകത്തേക്ക് ഈ ഗ്രീൻ ബീൻസ് ആ വെള്ളത്തോടെ തന്നെ അങ്ങോട്ട് ഒഴിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ തന്നെ അവസാനിപ്പിക്കാം. അല്ല ഇച്ചിരിയോടെ കുറുകിയ പോലെ വേണമെങ്കിൽ നമുക്കത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചാറൊക്കെ കുറുകി വന്നു എന്ന് കാണുമ്പോൾ ഗ്യാസ് സിമ്മിലിടുക അല്ലെങ്കിൽ ഓഫാക്കുക. ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒരൊറ്റ തേങ്ങാപ്പാൽ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഇത് നല്ലൊരു അടിപൊളി ഒരു ടേസ്റ്റ് തരും. സാധാരണ നമ്മൾ മസാല മാത്രമായിട്ട് എന്താ പറയുക ഗ്രീൻ ബീൻസ് വെക്കുന്നൊരു ടേസ്റ്റ് അല്ല. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടിയപ്പത്തിൻ്റെ, അപ്പത്തിൻ്റെയും, ദോശയുടെയും, ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.